ഹലോ, നമസ്കാരം കൂട്ടുകാരെ. ഞാൻ ശ്രീജേഷ് നാരായണൻ. ശ്രീമദ് ഭഗവത്ഗീത 18 അധ്യായങ്ങളും പാരായണം ചെയ്യാൻ സാധിച്ചാൽ അദ്ദേഹത്തിന് എന്താണ് ഗുണങ്ങളുണ്ടാവുക? അതാണ് ഈ ശ്ലോകം കൊണ്ട് പറയുന്നത്. 18 അധ്യായവും ഏതൊരു മനുഷ്യനാണ് ഏകാഗ്രബുദ്ധിയോടെ ജപിക്കുമോ അവൻ യഥാർത്ഥ ജ്ഞാനം പ്രാപിക്കുകയും അനന്തരം മോക്ഷപദത്തിലെത്തുകയും ചെയ്യുന്നു എന്നാണ് അവിടെ പറയപ്പെടുന്നത്. അപ്പം ആ ശ്ലോകം നമ്മൾക്കൊന്ന് നോക്കാം. യോ അഷ്ടാദശജഭൂ നിത്യം, യോ അഷ്ടാദശജഭൂ നിത്യം, നരോ നിശ്ചലമാനസഃ, നരോ നിശ്ചലമാനസഃ, ജ്ഞാനസിദ്ധിം സലഭത്തെ, ജ്ഞാനസിദ്ധിം സലഭത്തെ, തതോ യാതി പരം പദം, തതോ യാതി പരം പദം. യഹ നരഃ, യാതൊരു മനുഷ്യൻ, നിശ്ചലമാനസഃ, ഉറച്ച മനസ്സോടെ, നിത്യം, അതായത് പതിവായി, അഷ്ടാദശജപഃ, 18 അധ്യായങ്ങളും പാരായണം ചെയ്യുന്നുവോ, സഹ, അയാൾ, ജ്ഞാനസിദ്ധിം, ജ്ഞാനസിദ്ധി, ലഭത്തെ, നേടുന്നു, തതഃ, അതിനുശേഷം, പരം പദം, പരമപദത്തെ, യാതി, പ്രാപിക്കുന്നു. യാതൊരു മനുഷ്യൻ 18 അധ്യായങ്ങളും ഏകാഗ്രബുദ്ധിയോടെ ജപിക്കുന്നുവോ അവൻ യഥാർത്ഥ ജ്ഞാനം പ്രാപിക്കുകയും അനന്തരം മോക്ഷപദത്തിലെത്തുകയും ചെയ്യുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പം എല്ലാവരും ഭഗവത്ഗീത നിത്യവും ചൊല്ലി തുടങ്ങിക്കോളൂ കേട്ടോ. കേൾക്കുന്നത് പോലും പുണ്യമാണ്. ചൊല്ലാൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങനെയെങ്കിലും കേൾക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ.